മൂന്ന് പീടിക ബീച്ച് റോഡ് പൊതുമരാമത്ത് വകുപ്പ് ഏറ്റെടുക്കണമെന്ന ആവശ്യം പരിഗണിച്ച് പരിശ്രമം നടത്തുമെന്ന് കെ വത്സരാജ് MLA. തീരദേശ വികസന സമിതിയുടെ നേതൃത്വത്തിൽ വ്യാപാര ഭവനിൽ സംഘടിപ്പിച്ച സംവാദത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മൂന്ന് പീടിക ബീച്ച് റോഡിന്റെ പുനരുദ്ധാരണത്തിന് 2024-25 സംസ്ഥാന ബജറ്റിൽ മുഖ്യമന്ത്രിയുടെ തദ്ദേശ റോഡ് പുനരുദ്ധാരണ പദ്ധതി പ്രകാരം 45 ലക്ഷം രൂപ വകയിരുത്തിയിട്ടുള്ളതും ഇതുപ്രകാരം പകുതിയോളം പണി പൂർത്തീകരിച്ചിട്ടുള്ളതാണെന്നും MLA പറഞ്ഞു. എന്നാൽ ടെൻഡർ ചെയ്ത് റോഡ് പണി ആരംഭിച്ചതിന് ശേഷം വെള്ളക്കെട്ടുള്ള ഭാഗം ടൈൽ വിരിക്കണമെന്ന ആവശ്യം ഉയരുകയും ഇത് അംഗീകരിച്ച് എസ്റ്റിമേറ്റ് റിവൈസ് ചെയ്യുവാനുള്ള നടപടി സ്വീകരിക്കുകയാണ് ഉണ്ടായത്. ഇതോടെ 2 കിലോമീറ്റർ ടാർ ചെയ്യേണ്ട റോഡ് 1 കിലോമീറ്ററായി ചുരുങ്ങി. ബാക്കി 1 കിലോമീറ്റർ ഭാഗം ടാർ ചെയ്യുന്നതിന് പഞ്ചായത്തോ MLAക്കോ ഫണ്ട് വയ്ക്കാവുന്നതാണ്. മൂന്ന് പീടിക ടൗണിനോട് വികസന കാര്യത്തിൽ അവഗണനയുണ്ടെന്ന പ്രചാരണം തെറ്റാണെന്നും മൂന്ന് പീടിക മാർക്കറ്റ് കെട്ടിടത്തിന് 4 കോടിയും ടൗൺ വികസനത്തിന് 1 കോടി രൂപയും വിനിയോഗിച്ചിട്ടുള്ള പ്രവർത്തനം മുൻ MLA E.T. ടൈസന്റെ നേതൃത്വത്തിൽ ആരംഭിച്ചിട്ടുള്ളതാണെന്നും കെ വത്സരാജ് MLA പറഞ്ഞു. കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രദേശത്തെ വെള്ളക്കെട്ട് പ്രശ്നം പരിഹരിക്കുന്നതിനായി പദ്ധതി തയ്യാറാക്കുന്ന പ്രവർത്തനങ്ങൾ ആരംഭിക്കുമെന്ന് കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ പറഞ്ഞു. തീരദേശ വികസന സമിതി പ്രസിഡന്റ് A. സക്കീർ ഹുസൈൻ അധ്യക്ഷത വഹിച്ചു. പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TK രാജു, കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KK സക്കരിയ, NK അബ്ദുൽ നാസർ, CJ പോൾസൺ, KS നൌഷാദ് തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ KK വത്സരാജ് MLAയെ TVS ചീഫ് കോർഡിനേറ്റർ ഇല്യാസ് ചെറുവട്ടം പൊന്നാടയണിച്ച് ആദരിച്ചു. ഉന്നത വിദ്യാഭ്യാസ മികവ് നേടിയ റിയാസ്, കൃഷ്ണപ്രിയ എന്നിവരെയും ചടങ്ങിൽ അനുമോദിച്ചു.